ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക, ഇസ്രായേൽ ആക്സിസ് ഇറാനെ ഏതു വിധേനയും ആക്രമിക്കണമെന്നുള്ള ഒരു ദീർഘകാല പദ്ധതി നിലനിൽക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 7 രാജ്യങ്ങളാണ് അവർ ടാർഗറ്റ് ചെയ്തത്. ഇറാഖ് മുതൽ ഇറാഖ്, സിറിയ, ലെബനൻ, ലിബിയ, യമൻ, പിന്നെ സുഡാൻ, ഇറാൻ. ബാക്കി നമ്മൾ ഇറാഖിൻ്റെ അവസ്ഥകൾ കണ്ടാണ്, യമൻ യുദ്ധം നടക്കുന്നുണ്ട്, സിറിയയുടെ അവസ്ഥ കണ്ടാണ്, ലിബിയ, ലെബനൻ, പിന്നെ ഇതുപോലുള്ള രാജ്യങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഡീസ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടു. ഇനി ബാക്കി അതിനകത്തിൽ ആ ലിസ്റ്റിൽ നിൽക്കുന്ന ഇറാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറാനെ വർഷങ്ങളായിട്ട് അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷേ ഇറാനുമായിട്ടുള്ളൊരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റ് അത് എത്രത്തോളം ആ റീജിയനെ മൊത്തം വലിയൊരു കോൺഫ്ലിക്റ്റ് സോണാക്കി മാറ്റുമെന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ഭയം മറുഭാഗത്തിൻ്റെ, അതായത് അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യ ശക്തികളുടെ ഭാഗത്തുനിന്നുണ്ട്. കാരണം അത് UAE, സൗദി ഇതുപോലുള്ള രാജ്യങ്ങൾക്കൊക്കെ വളരെ ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ലഭിക്കുവാനുള്ള, കാരണം അവരിപ്പോൾ ഓൾറെഡി പറയണല്ലോ, കാരണം അവരുടെ പിന്നെ ഒരു രീതിയിലും അവരുടെ സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ അവർ സമ്മതിക്കത്തില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇറാൻ ഓൾറെഡി ത്രട്ടൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏത് രാജ്യമാണ് അതിന് സമ്മതിക്കുന്നതെങ്കിൽ ആ രാജ്യത്തിൻ്റെ വൈറ്റലായിട്ടുള്ള മിലിറ്ററി അല്ലെങ്കിൽ എനർജി ഇൻസ്റ്റലേഷനൊക്കെ തന്നെ ഇറാന് തീർച്ചയായിട്ടും ബോംബ് ചെയ്ത് നശിപ്പിക്കാൻ, കാരണം ഇറാൻ്റെ അതിനുള്ള മിസൈൽ കപ്പാസിറ്റി ഉണ്ട്, ഡ്രോൺ കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ യുദ്ധം ഇത്രയും നാളും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതിനാണ്. ശരിക്കും പറഞ്ഞത് അതിനാണ് ഈ അവർ ഹൂത്തിയെയും ഹമാസിനെയും ഹെസ്ബുള്ളയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇനീഷ്യലി ടാർഗറ്റ് ചെയ്ത് ഈ പറഞ്ഞ കക്ഷികളെയൊക്കെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറാൻ്റെ പ്രോക്സീസിനെയൊക്കെ ഡീസ്റ്റെബിലൈസ് ചെയ്തിട്ട് അവസാനം ഇറാനെ നോക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടിയാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് അത് കാരണം ഹൂത്തീസ് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അമേരിക്കൻ നേവൽ ഫോഴ്സിനെതിരെയും വാർഷിപ്പിനെതിരെയൊക്കെ നടന്നിട്ടുള്ള ശക്തമായിട്ടുള്ള മിസൈൽ ആക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഒരു ഫ്ലാഷ് പോയിന്റായി മാറിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റ്. കാരണം അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്കറിയാം, ഒരിക്കലും അവിടെ അവസാനിക്കത്തില്ല. ഞാൻ പറഞ്ഞു, ഈ ജിയോ പൊളിറ്റിക്സ് എത്രത്തോളം നിലനിൽക്കുന്നു അത്രത്തോളം കാലം ഈ കോൺഫ്ലിക്ട്സുകളെല്ലാം ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വാർ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സോൺസ്, അതിനകത്തിൽ ഇന്ത്യയുടെ കാശ്മീർ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളും, പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പിന്നെ ചൈനയുടെ ഈ പറഞ്ഞ ഉയ്ഗൂർ, സിൻജിയാങ്, അതുപോലെ ഏരിയാസ്, സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സ്, യുക്രൈൻ വരുന്ന സ്ഥലങ്ങൾ, മിഡിൽ ഈസ്റ്റ്, പിന്നെ ആഫ്രിക്കയുടെ ലിബിയ അല്ലെങ്കിൽ സുഡാൻ, ഇതുപോലുള്ള സ്ഥലങ്ങൾ, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഏരിയാസ്. അപ്പോൾ ഇതെല്ലാം ഈ ജിയോ പൊളിറ്റിക്കൽ ഫ്ലാഷ് പോയിൻ്റായിട്ട് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സോണായിട്ട് ഇനിയും യമൻ, പിന്നെ ടർക്കി, ഇതുപോലുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു ജിയോ പൊളിറ്റിക്കൽ ഫ്ലാഷ് പോയിന്റ് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സോണായിട്ട് നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇവിടുത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇറാനും അമേരിക്കയും തമ്മിലൊരു ഡയറക്റ്റ് മിലിറ്ററി കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ, അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്ന എന്താണ്, ഒരു പുതിയ ന്യൂക്ലിയർ കരാറിന് തയ്യാറായില്ലെങ്കിൽ ഏത് നിമിഷവും അമേരിക്ക, ഇസ്രയേലും ഇറാനെ ബോംബ് ചെയ്യുമെന്നാണ് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സാഹചര്യം പ്രായോഗികമാവുകയാണെങ്കിൽ, പ്രയോഗത്തിൽ വരികയാണെങ്കിൽ, എന്നുവെച്ചാൽ അമേരിക്ക ഈ പറഞ്ഞ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇറാൻ അതിൽ കൗണ്ടർ അറ്റാക്ക് നടത്തും. അപ്പോൾ ഇറാന് കൗണ്ടർ അറ്റാക്ക് നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന് ഇസ്രായേലിനെ മാത്രമല്ല, ഈ പറഞ്ഞ അമേരിക്കയുടെ ഭാഗത്ത് അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ഏതെല്ലാം രാജ്യങ്ങൾ സഹായം കൊടുക്കുന്നുണ്ടോ ആ രാജ്യങ്ങളെല്ലാം ഇറാൻ ആക്രമിക്കുന്നുള്ള സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ സൗദി UAE ഒക്കെ ഓൾറെഡി അവർ കൈപൊക്കി കഴിഞ്ഞു. കാരണം ഞങ്ങളുടെ എയർ സ്പേസോ അല്ലെങ്കിൽ ഞങ്ങളുടെ ലാൻഡ് സ്പേസോ ഒന്നും തന്നെ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കത്തില്ല, വിട്ടുതരത്തിൽ നിന്നുള്ളവർ. കാരണം അതിൻ്റെ തീക്ഷ്ണ ഫലങ്ങൾ അല്ലെങ്കിൽ രൂക്ഷമായിട്ടുള്ള തിരിച്ചടികൾ അവർക്ക് നമ്മൾ കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ UAE-യിലും അതുപോലെ സൗദിയുടെ
എനർജി അരാംകോയുടെ ഇൻസ്റ്റലേഷനിലൊക്കെ തന്നെ ഇറാന്റെ അല്ലെങ്കിൽ ഹൂത്തീസിന്റെ ഒക്കെ പിന്നെ മിസൈൽ അല്ലെങ്കിൽ ഡ്രോൺ അറ്റാക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഒരു വൈഡർ കോൺഫ്ലിക്റ്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ അവർക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ട് അവർ തൽക്കാലം ഇതിനകത്തിൽ അമേരിക്കയുടെ കൂടെ നിന്നിട്ട് ഇറാനെ ആക്രമിക്കേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തായിട്ട് നമുക്ക് റിപ്പോർട്ടുകൾ വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് പോസിബിൾ ബോംബിംഗ് ആണ്. കാരണം ട്രംപ് ഓൾറെഡി ത്രട്ടൺ ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയർ ഡീലിൽ അല്ലെങ്കിൽ ഒരു പുതിയ ന്യൂക്ലിയർ കരാറിൽ നിങ്ങൾ ഒപ്പുവെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകും. അവരുടെ ന്യൂക്ലിയർ പിന്നെ റിയാക്ടർ സൈറ്റുകളും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഇസ്രായേലും അമേരിക്കയും ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ ബോംബിടുക എന്നുള്ള കാര്യത്തിൽ ട്രംപ് ഭീഷണി ഉയർത്തുകയും ഇറാൻ തിരിച്ച് അതുപോലെ തന്നെ കടുത്ത സ്വരത്തിൽ അല്ലെങ്കിൽ അതിനേക്കാളിലും ശക്തമായിട്ട് തിരിച്ച് അവരെ എന്താണ് പറയുന്നത് കൗണ്ടർ അറ്റാക്ക് അല്ലെങ്കിൽ ചെയ്യും എന്നുള്ള ഒരു ഭീഷണി ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ടെൻഷൻ നിലനിൽക്കുമ്പോൾ ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ, നമ്മുടെ രാജ്യത്തെ അത് എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ടോപ്പിക്കിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയം ഇറാന്റെ ന്യൂക്ലിയർ വെപ്പൺസിന്റെ മാനുഫാക്ചറിങ് ആണ്. കാരണം അത് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രായേലും, കാരണം ഇസ്രായേലിന് ത്രെട്ടാണ്, അതുകൊണ്ടാണ് അതിനെ അവർ പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കുന്നത്. കാരണം ഇസ്രായേലിന്റെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ്. ഏത് മുസ്ലിം രാജ്യം ന്യൂക്ലിയർ ആയുധങ്ങൾ, ഇപ്പം പാകിസ്ഥാന്റെ കയ്യിൽ ആകെ ന്യൂക്ലിയർ ആയുധമുള്ള ഒരേ ഒരു മുസ്ലിം രാജ്യം പാകിസ്ഥാനാണ്. ഇപ്പം ഇറാൻ രണ്ടാമത് അത് നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. അപ്പം അവരേത് സമയത്തും അതിൻ്റെ പിന്നെ പൂർണ്ണതയിലെത്താം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടും അല്ലെങ്കിൽ റിപ്പോർട്ടുകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പം അതിനെ പൂർണ്ണമായിട്ടും പിന്നോട്ട് പിടിച്ചു വലിക്കുക അല്ലെങ്കിൽ ഇറാനെ അതിൽ നിന്ന് ഡിസ്കറേജ് ചെയ്യുക അല്ലെങ്കിൽ അതിൽ നിന്ന് അതിലേക്ക് പിന്നോട്ട് വലിക്കുക എന്നൊക്കെയുള്ള ഒരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ് ഇറാനെ അവർ ദീർഘകാലമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത് ഇറാൻ മിഡിൽ ഈസ്റ്റിൽ ന്യൂക്ലിയർ വെപ്പൺസ് അക്വയർ ചെയ്യുന്ന ആദ്യത്തെ രാജ്യമായി കഴിഞ്ഞാൽ രണ്ടാമത്തെ മുസ്ലിം രാജ്യമാകും പാകിസ്ഥാൻ കഴിഞ്ഞിട്ട്. അത് ഇസ്രായേലിന് പിന്നെ എന്നും ഒരു കടുത്ത ഭീഷണിയായിരിക്കും. അതിനെ എങ്ങനെയും ഏത് വിധേനയും അതിനെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പിന്നെ പണ്ട് ഇറാഖിൻ്റെ 1980-കളിൽ ഇറാഖ് ഇതുപോലെ തന്നെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അവരുണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഇസ്രായേൽ അന്ന് അവിടെ പോയി ബോംബിട്ട് ഈ ഇറാഖിൻ്റെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് ഒക്കെ നശിപ്പിച്ചാണ്. അതിന് പ്രീഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്നൊക്കെ പറയും. കാരണം യാതൊരു കാരണമില്ലാതെ ഒരു പ്രകോപനമില്ലാതെ ഇസ്രായേൽ അവിടെ പോയിട്ട് വളരെ സ്മൂത്തായിട്ട് ബോംബ് ചെയ്ത് അതിനെ നശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇറാനെതിരെ എങ്ങനൊരു തന്ത്രം അല്ലെങ്കിൽ ടാക്ടിക്സ് അവർക്ക് സാധിക്കത്തില്ല. കാരണം ശക്തമായിട്ടുള്ളൊരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉള്ളതുകൊണ്ടാണ്. കാരണം ഇറാഖിലുള്ള മറ്റ് മിഡിൽ ഈസ്റ്റിലുള്ള പല ഈ അമേരിക്കയുടെ ബേസസ് എല്ലാം തന്നെ ഇറാന്റെ സ്ട്രൈക്കിംഗ് റേഞ്ചിൽ വരുന്നതാണ്, മിസൈലും ഡ്രോണും ഒക്കെ തോന്നുന്നത്. കാരണം ഇറാൻ ഒരു മിസൈൽ പവറാണ്, ഒരു ഡ്രോൺ പവറാണ്. അപ്പം തീർച്ചയായിട്ടും ഈ സ്ട്രൈക്കിംഗ് റേഞ്ചിലായതുകൊണ്ട് ഇറാഖിലുള്ള അല്ലെങ്കിൽ സൗദിയിലുള്ള അല്ലെങ്കിൽ കുവൈറ്റിലുള്ള ഖത്തറിൽ, ബഹറിൽ, പിന്നെ സീയിലുള്ള അവരുടെ ഈ മിലിറ്ററി ബേസസും ഷിപ്സും അല്ലെങ്കിൽ നേവൽ അസറ്റ്സും ഒക്കെ തന്നെ ഇറാന് തീർച്ചയായിട്ടും അറ്റാക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പം 100 മിസൈൽ വിട്ടതിനകത്തിൽ 10 ചെന്ന് എവിടെയെങ്കിലും പതിച്ചാൽ മതി. കാരണം അത്രയ്ക്ക് സിവിയറായിട്ടുള്ള ഡാമേജ് ഈ പറഞ്ഞ കക്ഷികൾക്ക് ഉണ്ടാകും. അപ്പോൾ ഒരു വാറ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഏത് തലത്തിലേക്ക് പോകും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ആർക്കും തന്നെ ഊഹിക്കാൻ സാധിക്കത്തില്ല. അപ്പം അത് രണ്ട് വശത്തുനിന്ന് അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഈ തിരിച്ചറിവ് അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും എന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗത്തുനിന്ന് അതിനെ ഇങ്ങനെ പല വിധേനയും ഇൻഡയറക്റ്റായിട്ടൊക്കെ അവർ ഈ ഒരു ടാർഗറ്റിലേക്ക് അടുക്കുന്നില്ല. നേരിട്ട് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇറാനിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് സാധ്യമല്ല എന്നറിയാവുന്നതുകൊണ്ടാണ് ഇതുവരെ, അല്ലെങ്കിൽ അവരെന്നെ ഇറാനെ ആക്രമിച്ചിട്ട് അവരുടെ ലക്ഷ്യങ്ങൾ നേടുമായിരുന്നു. ഇറാന്റെ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് അല്ലാതെ തകർക്കുമായിരുന്നു. അപ്പം തകർത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറാന്റെ ഉള്ളിൽ പോയിട്ട് ഇതുപോലെ ഒരു ബോംബാക്രമണം നടത്തി കഴിഞ്ഞാൽ ഇറാന്റെ ഭാഗത്തുനിന്ന് ശക്തമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിനും അമേരിക്കൻ ബേസുകൾക്കെല്ലാം ഉണ്ടാകുന്നുള്ള ഒരു പിന്നെ റിയലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു അറിവ് തീർച്ചയായിട്ടും ഈ രണ്ട് രാജ്യങ്ങൾക്കുള്ളതുകൊണ്ടാണ് ഈ അറ്റാക്കിനെ അവർ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇത് എങ്ങനെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകാൻ പോകുന്ന നേരിടാൻ പോകുന്ന തലവേദന അല്ലെങ്കിൽ നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ പറയുന്നത്.
അപ്പോഴ് നമ്മൾ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മളെ പല രീതിയിൽ സാങ്ഷൻ ഏർപ്പെടുത്തുകയും അല്ലെങ്കിൽ ഇറാനുമായിട്ടും റഷ്യയായിട്ടൊക്കെ നമ്മൾ ഡീൽ ചെയ്യുന്നതിലുള്ള സാങ്ഷൻസ് ഒക്കെ ഇന്ത്യ നേരിട്ടൊക്കെ അത് നമ്മൾ വളരെ നല്ല പരിധിവരെ വിജയകരമായിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്തുവെങ്കിലും ഈ പറഞ്ഞ രീതിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്ത്യക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും? കാരണം ഇപ്പോഴത്തെ ട്രംപ് വന്നതിന് ശേഷം ഇന്ത്യയായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള ഒരു നിലപാടുകൾ, കാരണം ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി, ചൈനയെ എതിർക്കാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു രാജ്യം ഇന്ത്യയാണ് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെയും ഇന്ത്യയുമായിട്ട് അത്ര അല്ല, ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളൊന്നും എടുക്കുവാൻ ബൈഡന്റെ സമയത്തായാലും ഇപ്പോൾ ട്രംപ് വന്നതിന് ശേഷവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്ത്യയിൽ അങ്ങനെയുള്ളൊരു നറേറ്റീവ് നിലനിൽക്കുന്നുണ്ട്. കാരണം അമേരിക്കയെ വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അമേരിക്ക എപ്പോഴും അമേരിക്കയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു രാജ്യമാണ്. അത് കറക്റ്റാണ്. അമേരിക്ക മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും അങ്ങനെയാണ്. പക്ഷേ മറ്റു രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ കൂട്ട് പവർ എക്സേർട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് അത് പലപ്പോഴും സാധിക്കുന്നില്ലെന്ന് മാത്രമേ. ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇന്ത്യയെ മാത്രമേ അമേരിക്കയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ നിൽക്കുമ്പോൾ ഇന്ത്യയോട് കൂടുതൽ ഈ അനുകൂലമല്ലാത്ത നിലപാടുകളിൽ കൂടെ പോകുമ്പോൾ അത് ഇന്ത്യൻ പോളിസി മേക്കേഴ്സിനെ അത് തിരിച്ച് ചിന്തിപ്പിക്കുന്നതിൻ്റെ ഒരു ലക്ഷണമാണ്. നമ്മളിപ്പോൾ ഇന്ത്യയും ചൈനയും നമ്മൾ കൂടുതൽ പിന്നെ എന്താണ് പ്രശ്നങ്ങൾ പരിഹരിക്കുകയും സഹോദരമായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് പോവുകയും ചൈന വളരെ അവിശ്വസനീയമായിട്ട് ചൈന ഡിക്ലെയറും ചെയ്തു. കാരണം ഇന്ത്യയിൽ നിന്ന് കൂടുതൽ സാധനങ്ങൾ അവർ ഇമ്പോർട്ട് ചെയ്യാൻ തയ്യാറാണെന്നൊക്കെ. അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിൽ കൂടുതൽ എന്താണ് പറയുന്നത്, സുഹൃത്തുക്കളാക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അമേരിക്കയുടെ ആ ഒരു നയപരമായിട്ടുള്ള നിലപാടിൻ്റെ ഒരു പരിണത ഫലം കൂടാണ്. അപ്പോൾ ഇന്ത്യയും റഷ്യയും ചൈനയും കൂടുതൽ ഒരു കോർഡിനേഷനും കോപ്പറേഷനും ഉണ്ടാകുവാൻ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഈ നയം കാരണമാകും എന്നുള്ളത് പല നിരീക്ഷകരും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി, ഇറാനും അമേരിക്ക ഇസ്രായേൽ കോമ്പിനേഷൻ ഇറാനെ ബോംബ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പിന്നെ ഫലമായിട്ട് ഇറാൻ അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന ഹർഡിൽസ്, തടസ്സങ്ങൾ അല്ലെങ്കിൽ തലവേദനകൾ എന്തൊക്കെയാണ്? അപ്പം ഈ പറഞ്ഞ ടെൻഷൻ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്ന് പറഞ്ഞ വലിയൊരു പ്രോജക്റ്റാണ്. ആ വലിയൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പിന്നെ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും UAE ആണ് മിഡിൽ ഈസ്റ്റിലെ അംഗമായിട്ടുള്ളത്. അപ്പോൾ ഈ യൂറോപ്പ്, അതിനകത്ത് അമേരിക്കയുണ്ട്. യൂറോപ്പാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുണ്ട് അതിൽ. അമേരിക്ക കൂടാതെ ഇന്ത്യ ആണ് ഏറ്റവും വലിയൊരു മേജർ പാർട്ട്ണർ ഈ പറഞ്ഞ IMEC എന്ന് പറയുന്നത്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് ഇക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. പിന്നെ ഫ്രാൻസ് ഉണ്ട്, ഗ്രീസ് ഉണ്ട്, UAE ഉണ്ട്. ഈ പറഞ്ഞ രാജ്യങ്ങളെല്ലാം തന്നെ ഇതിനകത്തിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് നേഷൻസ് ആണ്. അപ്പോൾ ഇത് 2023 G20 സമ്മിറ്റിൽ ആണ് ഈ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ ട്രേഡ് കണക്ടിവിറ്റി, ഇന്ത്യയും മിഡിൽ ഈസ്റ്റും പിന്നെ അതുവഴി യൂറോപ്പുമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കണക്ടിവിറ്റിക്ക് വേണ്ടിയാണ്. അതങ്ങനെ കണക്ടിവിറ്റി നമുക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നത് നെറ്റ്വർക്ക് ഓഫ് പോർട്ട്, കാരണം പോർട്ടാണല്ലോ ഏറ്റവും വളരെ അത്യാവശ്യമല്ല. സീ പോർട്ട്, റെയിൽവേസ്, പിന്നെ റോഡ്സ്, സീ ലൈൻസ്, അതായത് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് പോലെ തന്നെയുള്ള മറ്റൊരു മെഗാ പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യയെ മിഡിൽ ഈസ്റ്റുമായിട്ടും അതുവഴി യൂറോപ്പുമായിട്ടും ബന്ധിപ്പിക്കുന്ന വലിയൊരു കോറിഡോറാണ്, ഇടനാഴിയാണ് ശരിക്കും പറഞ്ഞാൽ IMEC എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനകത്തിൽ സീ പോർട്ട് ഉണ്ടാകും, റെയിൽവേസ് ഉണ്ടാകും, റോഡ് കണക്ടിവിറ്റി ഉണ്ടാകും, സീ ലൈൻസ് ഉണ്ടാകും, പൈപ്പ് ലൈൻസ്, അതായത് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെ ഒക്കെ പൈപ്പ് ലൈൻസ് ഉണ്ടാകും. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന് അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ ഒരു എൻഡോഴ്സ്മെൻറ്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് വളരെ അത്യാവശ്യമാണ്, വളരെ ഫീസിബിളാണ്, പോസിബിളാണെന്നൊക്കെയുള്ള ഒരു രീതിയിൽ ഈ രാജ്യങ്ങളെല്ലാം ഒത്തുചേർന്ന് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നൊരു അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ഈ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു പുതിയ ടെൻഷൻ നിലവിൽ വന്നിരിക്കുന്നത്. അത് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് യൂണിലാറ്ററലായിട്ട് ഇറാനെ ഞങ്ങൾ ആക്രമിക്കും, ബോംബിടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇറാൻ തിരിച്ചു പറയുന്നത് ഇങ്ങോട്ട് ബോംബിട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ ഇറാൻ്റെ കയ്യിൽ
പിന്നെ ഈ വീഡിയോക്കകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് പറയുന്നത്. കാരണം ഇസ്ലാമിക് റിപ്പബ്ലിക് വിൽ ബി ഫോഴ്സ് ടു കൗണ്ടർ അറ്റാക്ക്. അവർ തീർച്ചയായിട്ടും മിസൈലുകളും ഡ്രോണുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ട് തന്നെ അമേരിക്കൻ ബേസിനെയും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഉള്ളിലൊക്കെ തന്നെ അവർ അക്രമങ്ങൾ, ഈ പറഞ്ഞ അറ്റാക്കുകൾ നടത്തുമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ പ്രോജക്റ്റിന് ഇസ്രായേലിൽ പാലസ്തീൻ വിഷയം തുടങ്ങിയ അന്ന് മുതൽ പ്രത്യേകിച്ച് അതൊരു വലിയൊരു റോഡ് ബ്ലോക്കായിട്ട് നിൽക്കുകയാണ്, തടസ്സം സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ യുദ്ധം അവസാനിക്കാതെ ഈ പ്രോജക്റ്റ്, ഈ പറഞ്ഞ കോറിഡോറിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. കാരണം ഇന്ത്യയാണ് ഇവിടെ തുടക്കം, ഇന്ത്യയിൽ നിന്നാണ്. കാരണം നമ്മളുടെ ഇപ്പം ചൈനയുടെ പ്രോഡക്ട്സും ഗുഡ്സും ഒക്കെ അവർ ഈ സീപെക് വഴി അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് വഴി പിന്നെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കും റഷ്യയിലേക്കും സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കിലേക്കും യൂറോപ്പിലേക്കും ഒക്കെ എത്തിക്കുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചേർഡ് പ്രോഡക്ട്സ് പിന്നെ ഈ കോറിഡോർ വഴി നമുക്ക് മിഡിൽ ഈസ്റ്റിലേക്കും സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കിലേക്കും, അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്കിന് വേറൊരു കോറിഡോർ ഉണ്ട്, അത് താഴെ പറയുന്നുണ്ട്, യൂറോപ്പിലൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. അതിൽ ഫ്രാൻസ് ഒക്കെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, ഗ്രീസ് ഉണ്ട്. പിന്നെ കൂടുതൽ രാജ്യങ്ങൾ എന്തെങ്കിലും ഭാവിയിൽ വരും. കാരണം എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യത്തില്ല. പലരും അതിൻ്റെ ഫീസിബിലിറ്റി ഒക്കെ നോക്കിയിട്ട് മാത്രമേ പല രാജ്യങ്ങളതിനകത്തിൽ പിന്നീട് ജോയിൻ ചെയ്യത്തുള്ളായിരിക്കും. എന്നാലും UAE, മിഡിൽ ഈസ്റ്റിലെ ഗൾഫ് നേഷൻസിലെ UAE പ്രധാനപ്പെട്ട രാജ്യമുണ്ട്. പിന്നെ ചിലപ്പം പിന്നീട് ഭാവിയിൽ ചിലപ്പോൾ സൗദി ഇനത്തിൽ ഇൻക്ലൂഡ് ചെയ്യാം. സൗദി പേര് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് പിന്നെ ഒരു ട്രേഡ് റൂട്ട് മാത്രമല്ല, വളരെ ശക്തമായിട്ടുള്ള ആഴത്തിലുള്ള സാമ്പത്തിക ഡിപ്ലോമാറ്റിക് റിലേഷൻസ് മിഡിൽ ഈസ്റ്റുമായിട്ടും യൂറോപ്പുമായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഉതകുന്ന തരത്തിലുള്ളൊരു വലിയൊരു പ്രോജക്റ്റാണ്, കൊറിഡോർ പ്രോജക്റ്റാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ പറഞ്ഞ ഒരു പിന്നെ ഇപ്പോൾ ചൈനയുടെ കൂട്ട് തന്നെ, അല്ലെങ്കിൽ ചൈനയെ റീപ്ലേസ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തന്നെയും ചൈനയുടെ കൂട്ട് തന്നെ നമുക്കൊരു ഗ്ലോബൽ സപ്ലൈ ചെയിൻ നമുക്ക് റീഷേപ്പ് ചെയ്യാൻ സാധിക്കും. ചൈനയ്ക്ക് ബദലായിട്ട്, ചൈനയുടെ ഒന്ന് സീപെക്കിന് ബദലായിട്ട് അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന് ബദലായിട്ട് ഈ പറഞ്ഞ ഈ IMEC കൊറിഡോർ പ്രോജക്റ്റ് നമുക്ക് അത് വലിയൊരു എന്താ പറയുന്നത്, വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചത്. അപ്പം ഇറാനും അമേരിക്കൻ തമ്മിൽ ഈ മിഡിൽ ഈസ്റ്റിൽ ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രോജക്റ്റ് വീണ്ടും അവതാളത്തിലാകും. അതുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കത്തില്ല. പിന്നെ റെഡ് സീ, അതുപോലെ ഗൾഫ് ഓഫ് ഏഡൻ, ഈ രണ്ട് മേഖലകളാണ്. ചെങ്കടൽ, ഗൾഫ് ഓഫ് ഏഡൻ ഇന്ത്യയെ സംബന്ധിച്ച് യൂറോപ്യൻ മാർക്കറ്റിലെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ഈ രണ്ട് കാര്യങ്ങളാണ്, റെഡ് സീ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിലുണ്ടാകുന്ന ഏതെങ്കിലും ഡിസ്റപ്ഷൻ, കാരണം യുദ്ധം ഉണ്ടാകുമെങ്കിൽ ഇവിടെ എല്ലാം കോൺഫ്ലിക്ട്സ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ ഈ പറഞ്ഞ ഡിസ്റപ്ഷൻ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കടൽ മാർഗമുള്ള നമ്മുടെ അക്സസിനെ അത് ഡിസ്റപ്റ്റ് ചെയ്യുകയും തടസ്സപ്പെടുത്തുകയും, അത് പടിഞ്ഞാട്ടുള്ള യൂറോപ്യൻ മാർക്കറ്റുമായിട്ട് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്ന ഈ ഒരു ട്രേഡ് റൂട്ട്, മാരിടൈം റൂട്ട് ഡിസ്കണക്റ്റ് ആകാനും അല്ലെങ്കിൽ ഡിസ്റപ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ട്രേഡ് കണക്ഷൻസിൻ്റെ കാര്യത്തിൽ അത് നമുക്ക് വളരെ പ്രതികൂലമായിട്ടുള്ളൊരു സാഹചര്യം സൃഷ്ടിക്കാനും ഈ പറഞ്ഞ യുദ്ധം നിലവിൽ വരികയാണെങ്കിൽ അത് കാരണമാകും. അതുകൊണ്ട് ഇന്ത്യക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്കല്ല, എല്ലാ രാജ്യങ്ങൾക്കും, കാരണം ഈ ട്രേഡ് റൂട്ട് റെഡ് സീയും ഗൾഫ് ഓഫ് ഏഡനും ഉപയോഗിക്കുന്ന ഒത്തിരി രാജ്യങ്ങൾ, നമ്മൾ ഇന്ത്യയുടെ പെർസ്പെക്റ്റിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു ത്രെട്ടാണ് ഈ യുദ്ധം നിലനിൽക്കുന്നത്. അപ്പം ഈ കൈവിട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുടെ മാരിടൈം റൂട്ടും മാരിടൈം ആക്സസും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളുമായിട്ടുള്ള ഈ ആക്സസ് എല്ലാം നമുക്ക് നഷ്ടപ്പെടാനും അല്ലെങ്കിൽ അതിനകത്തൊരു ബ്ലോക്കേഡ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് വലിയൊരു പിന്നെ എന്നുവെച്ചാൽ ഓയിൽ, പിന്നെ റോ മെറ്റീരിയൽസ്, ഫിനിഷ് ഗുഡ്സ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയും നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്ന ട്രേഡ് നടക്കുന്ന ഈ പറഞ്ഞ മാരിടൈം റൂട്ടാണ് ശരിക്കും പറഞ്ഞാൽ അഫക്റ്റ് ആകുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പിന്നെ റഷ്യയിൽ നിന്ന് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇറക്കുമതി ചെയ്യുന്നതെല്ലാം ഓയിലെല്ലാം വരുന്ന എവിടെ നിന്നാണ്? കാരണം കടലിൽ കൂടെയാണ് വരുന്നതാണല്ലോ. അപ്പോൾ ഈ കടലിൽ കൂടെ വരുന്ന ഷിപ്പുകൾക്കൊക്കെ ഇതുപോലെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാരിടൈം ട്രേഡ് നടത്താൻ സാധിക്കത്തില്ല. അപ്പോൾ മാരിടൈം ട്രേഡ് നടക്കാൻ സാധിക്കത്തില്ലെങ്കിൽ നമ്മളുടെ 80% മേലെ ക്രൂഡ് ഓയിൽ നമ്മൾ വെളിയിൽ നിന്നാണ് മേടിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. അപ്പം ക്രൂഡ് ഓയിലിൻ്റെയൊക്കെ ലഭ്യത നമ്മുടെ രാജ്യത്ത് ഇല്ലാതായി കഴിഞ്ഞാൽ അത് നമ്മളുടെ ജനങ്ങളുടെ ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മളുടെ വ്യവസായ പുരോഗതിയെയും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയൊക്കെ അത് വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നൊരു കാര്യങ്ങളാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലേക്കുള്ള റഷ്യയുടെ ആക്സസും വളരെ ക്രിട്ടിക്കലാണ്.
അപ്പം ഇന്ത്യയുടെ എക്കോണമിയെ സംബന്ധിച്ച് പറഞ്ഞാൽ, അപ്പം ഈ പറഞ്ഞ ആക്സസ് ഒക്കെ റെസ്ട്രിക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ച്, അതായത് റെഡ് സീ, ഗൾഫ് ഓഫ് ഏഡൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ, ബ്ലോക്ക് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇന്ത്യക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പിന്നെ അടുത്തുള്ളത് പറഞ്ഞാൽ വേറൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ INSTC ആണ്. അതായത് ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ. അത് ഇന്ത്യയും ഇറാനും റഷ്യയാണ് ഇത് പ്രധാനമായിട്ടുള്ളത്. അതായത് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഓഷ്യനെയും പേർഷ്യൻ ഗൾഫിനെയും കൂടെ കാസ്പിയൻ സീയിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇറാൻ വഴി എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നോർത്തേൺ യൂറോപ്പിലേക്ക്, റഷ്യയിലുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗ് വഴി നോർത്തേൺ യൂറോപ്പിലേക്ക്, വടക്കൻ യൂറോപ്പിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു പ്രോജക്റ്റാണ്, അല്ലെങ്കിൽ കോറിഡോറാണ് INSTC എന്ന് പറയുന്നത്. അപ്പം ഇതിലും ഇന്ത്യ വളരെ ശക്തമായിട്ട്, അല്ലെങ്കിൽ പിന്നെ വളരെ ആക്റ്റീവായിട്ട് നമ്മൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാജ്യമാണ്. അതിനകത്തിൽ ഇന്ത്യയും റഷ്യയും ഇറാനുമാണ് ഏറ്റവും പ്രധാന പങ്കാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഇറാനിൽ നമ്മൾ നിർമ്മിച്ചെടുക്കുന്ന അല്ലെങ്കിൽ വികസിപ്പിച്ചെടുക്കുന്ന ചബഹാർ പോർട്ടൊക്കെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അപ്പം നമ്മൾ 10 വർഷത്തേക്ക് അത് ലീസിന്, ടെഹ്റാൻ ഇറാൻ്റെ പോർട്ടാണ്, നമ്മൾ 10 വർഷത്തേക്ക് ലീസിന് എടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അത് ഇറാൻ്റെ സൗത്ത് ഈസ്റ്റിലെ ഏകദേശം തെക്ക് കിഴക്കായിട്ട് വരുന്നൊരു പോർട്ടാണ്. ഏകദേശം നമ്മുടെ പാകിസ്ഥാനിലെ ഗാദ്വാറുമായിട്ട് വലിയ ദൂരങ്ങളൊന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് അത് നമ്മുടെ ഹിസ്റ്റോറിക്കലായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന റെഡ് സീ, ചെങ്കടലിനെയാണ്. അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കുവാൻ ഒരു വയബിളായിട്ടുള്ള സാങ്ഷൻസ് പ്രൂഫ് ലിങ്കാണ് റഷ്യയിലേക്ക് എന്ന് പറയുന്നത്. ഏത് ഈ പറഞ്ഞ ചബഹാർ പോർട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഇന്ത്യയും റഷ്യയും ഈ പറഞ്ഞൊരു എനർജി കോറിഡോറിനെ റെഡ് സീയെ നമ്മൾ ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്ന ഒരു വലിയൊരു ട്രേഡ് റൂട്ടാണ്, അല്ലെങ്കിൽ എനർജി റൂട്ടാണ്, എനർജി കോറിഡോറാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. കാരണം ഇന്ത്യക്ക് ഇറാനിലുള്ള ചബഹാർ പോർട്ടിലേക്ക് ആക്സസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും, കാരണം നമ്മളെ പ്രധാന വശം നമുക്ക് അഫ്ഗാനിസ്ഥാനിൽ ചെല്ലാൻ പറ്റില്ല, പാകിസ്ഥാനിൽ കൂടെ അല്ലാതെ, പാകിസ്ഥാൻ അനുവദിക്കത്തില്ല. അതാണ് നമ്മൾ ഇറാനിൽ ഈ പോർട്ട് പോയി നമ്മൾ ഇറാനിൽ ലീസ് എടുത്ത് അതിനെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് അതിനെ കമ്മീഷൻ ചെയ്ത് നമ്മളെ അതിനെ പ്രാവർത്തികമാക്കുന്നത്. ഇപ്പം ഈ ചബഹാർ പോർട്ടിൽ നമുക്ക് പിന്നെ യൂറോപ്പിലേക്കും റഷ്യയിലേക്കും നമുക്ക് ഫ്രീ ആയിട്ടല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് കിട്ടും നമുക്കത്. അപ്പം ഇറാനുമായിട്ടുള്ള യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, ഈ പ്രോജക്റ്റ് അവതാളത്തിലാകും. ഈ പ്രോജക്റ്റ് അവതാളത്തിലായി കഴിഞ്ഞാൽ അത് വീണ്ടും ഇന്ത്യക്ക് വലിയ നഷ്ടങ്ങളായിരിക്കും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ പറഞ്ഞ INSTC, കാരണം ഇന്ത്യയുടെ ഒരു പ്രോജക്റ്റാണ് അത് ശരിക്കും പറഞ്ഞാൽ, ഇന്ത്യയുടെ ഇനിഷ്യേറ്റീവാണ്. കാരണം ഇന്ത്യയുടെ ഈ പറഞ്ഞ എക്സിം ഷിപ്മെൻറ്റ്സ് റഷ്യയിലും യൂറോപ്പിലും അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റിലേക്കൊക്കെ നമുക്ക് എത്തിക്കാൻ നമ്മളുടെ സമയം വളരെ കുറച്ച് മതിയാകും എന്നുള്ള വലിയൊരു പ്രത്യേകത കൂടെ ഉണ്ട് പെരുന്നാളിൽ. എക്സ് പറഞ്ഞാൽ എക്സ്പോർട്ട് ഇമ്പോർട്ടാണ്. എന്നിട്ട് നമ്മുടെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകാനും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഈ പറഞ്ഞ ഈ INSTC, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ടേഷൻ കോറിഡോർ പിന്നെ പൂർണ്ണമായിട്ടും പ്രയോഗത്തിൽ വരികയാണെങ്കിൽ നമ്മളുടെ എക്സ്പോർട്ടും ഇമ്പോർട്ടും എല്ലാം ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് റഷ്യയായിട്ടും സെൻട്രൽ ഏഷ്യൻ മാർക്കറ്റിലേക്കും അതുപോലെ തന്നെ യൂറോപ്പിലേക്കൊക്കെ നമുക്ക് ആക്സസ് കിട്ടും നമുക്ക്. അപ്പോൾ യുദ്ധം വന്ന് ഈ പറഞ്ഞ പ്രോജക്റ്റുകൾ ഡിസ്റപ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും വളരെ വലിയ വില കൊടുക്കാൻ പരുവത്തിലുള്ളൊരു സംഭവമായി മാറും. അപ്പോൾ ഈ പറഞ്ഞ കൊറിഡോറിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ടിവേഷൻ അത് ഇന്ത്യയെ പിന്നെ റഷ്യയുമായിട്ടും സെൻട്രൽ ഏഷ്യൻ കൺട്രീസുമായിട്ടൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു പ്രോജക്റ്റാണ്. ചബഹാർ പോർട്ട് ഇറാനിലാണ്. അപ്പം ഈ റീജിയൻ്റെ ഒരു ട്രാൻസിറ്റ് സെൻ്ററാണ്, പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിലേക്ക് നമുക്ക് വളരെ എളുപ്പം. കാരണം സെൻട്രൽ ഏഷ്യ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള ട്രേഡും നമുക്ക് അവിടുന്ന് റോ മെറ്റീരിയൽസ് ഇഷ്ടം പോലെയാണ്. നമുക്ക് അവിടുന്ന് റോ മെറ്റീരിയൽസ് കൊണ്ടുവരാനും നമ്മളുടെ ഫിനിഷ് പ്രോഡക്ട്സ് ആ മാർക്കറ്റിലേക്ക് എത്തിക്കുവാനും ഈ പറഞ്ഞ ചബഹാർ പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു കോറിഡോറ് നമുക്ക് വളരെ പ്രയോജനകരമാണ്. അത് ഇന്ത്യയുടെ ഒരു വിഷനാണ്, ഇനിഷ്യേറ്റീവാണ്. അപ്പോൾ അത് ഇറാൻ അമേരിക്കൻ യുദ്ധം പിന്നെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇന്ത്യയെ വളരെയധികം തലവേദന അല്ലെങ്കിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ, കാരണം യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള എല്ലാ രാജ്യങ്ങൾക്കും, ഇപ്പം യുദ്ധം ചെയ്യുന്നവർക്ക് വിഷയമല്ല, പക്ഷേ യുദ്ധം ചെയ്യാതിരിക്കുന്ന ഇതൊന്നും ഈ പങ്കാളികളല്ലാത്ത നമ്മളെപ്പോലുള്ള നിസ്സഹാരായിട്ടുള്ള രാജ്യങ്ങൾക്കാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദൂഷ്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ രാജ്യത്തേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ വരത്തില്ല, ക്രൂഡ് ഓയിൽ വരത്തില്ല, ഫിനിഷ് പ്രോഡക്ട്സ് വരത്തില്ല,
ഇല്ലേ? അതായത് മാരിടൈം റൂട്ടെല്ലാം ചോക്ക് ചെയ്യപ്പെടും. കാരണം പ്രധാനമായിട്ടുള്ള ഈ മാരിടൈം റൂട്ടുകളിൽ ഈ പറഞ്ഞ പ്രദേശത്തൂടാണ് പോകുന്നത്. കാസ്പിയൻ സീ, റെഡ് സീ, മെഡിറ്ററേനിയൻ, അല്ലെങ്കിൽ ഗൾഫ് ഓഫ് ഏഡൻ, മനസ്സിലാലോ? അപ്പൊ ഇതൊക്കെ യുദ്ധത്തിന്റെ വെളിച്ചത്തിൽ ഈ ഭാഗങ്ങളൊക്കെ ചോക്ക് പോയിന്റ്സ് ആയി കഴിഞ്ഞാൽ, നേവൽ ബ്ലോക്കേഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള യുദ്ധത്തിന്റെ അന്തരീക്ഷത്തിൽ ആക്രമണത്തിന് വിധേയമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ട്രേഡ് റൂട്ട് നഷ്ടപ്പെടും, മാരിടൈം ആക്സസ് നമുക്ക് നഷ്ടപ്പെടും. അപ്പം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകൾ എന്ന് പറയുന്ന റഷ്യ, അവിടുന്ന് ഓയിൽ ഇങ്ങോട്ട് വരണം. അതുപോലെ തന്നെ സെൻട്രൽ ഏഷ്യ, നമുക്ക് റോ മെറ്റീരിയൽസ് കൊണ്ടുവരണം. ഇവിടുന്ന് നമ്മുടെ ഫിനിഷ് പ്രോഡക്ട്സ് അങ്ങോട്ട് കൊണ്ടുവരണം. യൂറോപ്പ്, യൂറോപ്പിൽ നിന്ന് പല റോ മെറ്റീരിയൽസും കാര്യങ്ങളും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. അല്ല, നമ്മുടെ ഫിനിഷ് പ്രോഡക്ട്സ് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ റൂട്ട് എല്ലാം നമുക്ക്, ഈ റൂട്ടിലേക്കുള്ള ആക്സസ് നമുക്ക് നഷ്ടപ്പെടുവാൻ സാധ്യമാകുന്ന തരത്തിലാണ് ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാകാൻ പോകുന്ന യുദ്ധം ആ, ഉളവാക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും അവര് എന്തായാലും ഈ പ്രോജക്റ്റിൽ നിന്ന് പുറമോട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ആര്, ഇസ്രയേലും പിന്നെ അമേരിക്കയും. കാരണം ഇറാനെ അവര് ഏത് വിധേനയും ഒന്നുകിൽ അവരുടെ ചൊൽപ്പടിക്ക് കൊണ്ടുവരാൻ, അവരുടെ ചൊൽപ്പടിക്ക് എന്തായാലും നിൽക്കത്തില്ല. അപ്പൊ അതിനു പകരം അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചിരകാലമായിട്ട് ഈ പറഞ്ഞ രാജ്യങ്ങൾ ആ, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇറാൻ ന്യൂക്ലിയർ ബോംബ്സ് നേടിയെടുക്കുന്നത് ഇസ്രായേലിന് ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇസ്രായേലിനെ ഭീഷണി ഉണ്ടാക്കുന്ന പറയുമ്പോൾ പാശ്ചാത്യ അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ ആക്സിസ് ആണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ. കാരണം ഇസ്രായേൽ അവിടെ പ്രോക്സി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ ഇസ്രായേലിൽ നിന്ന് വിളിക്കുന്നെങ്കിൽ അത് അമേരിക്ക, ബ്രിട്ടൻ എന്ന് കരുതിയാൽ മതി. കാരണം അമേരിക്കയ്ക്കും ബ്രിട്ടനും വേണ്ടി അവിടെ പണിയെടുക്കുന്ന ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ഭരണകൂടമാണ് ഇസ്രായേൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. കാരണം ഹിസ്റ്ററി അറിയാവുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റും. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമൊന്നുമില്ല പ്രത്യേകിച്ച് നമ്മൾ. അത് അമേരിക്കൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇസ്രായേലിന് ഭീഷണി ഉണ്ടാകുന്ന രീതിയിൽ ഏതെങ്കിലും മുസ്ലിം കൺട്രീസ് ന്യൂക്ലിയർ വെപ്പൺസ് അക്വയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പാശ്ചാത്യ രാജ്യങ്ങളുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഡോമിനൻസിനെ ചലഞ്ച് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും അത് അവർ സമ്മതിക്കത്തില്ല. പണ്ട് ഇറാഖിന്റെ ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ. പിന്നെ മറ്റൊരു രാജ്യവും ന്യൂക്ലിയർ വെപ്പൺസ് നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ അവിടെ അവർ അതിനുള്ള വഴികൾ തെളിക്കത്തില്ല. കാരണം അതിനുള്ള പണികൾ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കറിയാം. പാകിസ്ഥാൻ എങ്ങനെയോ പണ്ട് ഈ പറഞ്ഞ രാജ്യങ്ങളുടെയൊക്കെ തന്നെ സഹായത്തോടെയാണ് ന്യൂക്ലിയർ, ചൈനയുടെ സഹായത്തോടെയാണെന്ന് പറഞ്ഞാലും പാശ്ചാത്യ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സഹായമുള്ളത് ഒരിക്കലും പാകിസ്ഥാൻ ന്യൂക്ലിയർ വെപ്പൺസ് അക്വയർ ചെയ്യാൻ സാധിക്കില്ല. കാരണം അന്ന് ഇന്ത്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പാകിസ്ഥാനെ സഹായിച്ചാണ്. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാന്റെ കയ്യിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് തീവ്രവാദികളുടെ കയ്യിൽ പോയി കഴിഞ്ഞാൽ വളരെ ആപത്കരമായിരിക്കും. അതുകൊണ്ട് ഏത് വിധേനയും അതിനെ തിരിച്ചെടുക്കണമെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനെ അത് റോൾ ബാക്ക് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ പാകിസ്ഥാനെ ശരിക്കും ന്യൂട്രലൈസ് ചെയ്യുകയും ഡീസ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞത്. അത് ഇസ്രായേലിൻ്റെ അമേരിക്കയുടെ ഒരു ആവശ്യം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം പാകിസ്ഥാൻ പറയുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ മാത്രം മതി ന്യൂക്ലിയർ വെപ്പൺസ്. ലോകത്തിലുള്ള എല്ലാ മുസ്ലിം രാജ്യങ്ങൾക്കും വേണ്ടി ആണ് ഞങ്ങൾ ന്യൂക്ലിയർ വെപ്പൺസ് കൈവശം വെച്ചിരിക്കുന്നത്. ഏത് രാജ്യം ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഈ ന്യൂക്ലിയർ വെപ്പൺസിന്റെ ആക്രമണത്തിന് വിധേയമാകാൻ സാധ്യതയുണ്ട്, അന്ന് പാകിസ്ഥാൻ നിങ്ങളെല്ലാം സഹായിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്കെല്ലാം സെക്യൂരിറ്റി കൊടുക്കുന്ന പാകിസ്ഥാനാണെന്ന് പറയുന്നത്. ഓക്കെ, എന്നാലും പാകിസ്ഥാൻ എന്ന മുസ്ലിം രാജ്യത്തിന്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് ഇരിക്കുന്നത് ഇസ്രായേലിന് അത് അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് തന്നെയാണ്. പണ്ട് ഇന്ത്യയോട് അവർ ഓഫർ ചെയ്തതാണ്. ഇന്ദിരാഗാന്ധി അധികാരത്തിലിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു. ഇന്ദിരാഗാന്ധി ഇരുന്നപ്പോഴാണോ അതോ മൊറാർജി ദേശായി ഇരുന്നപ്പോഴാണോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. കാരണം അവർക്ക് ജസ്റ്റ് എയർബേസ് മാത്രം കൊടുത്താൽ മതി, ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തോളാം. കഹൂട്ട് അങ്ങനെയാണ് ഒരു സ്ഥലത്തല്ലേ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ റിയാക്ടർ. അപ്പോൾ അത് ബോംബ് ചെയ്ത് തകർക്കാൻ വേണ്ടി ഇസ്രായേൽ ഇന്ത്യക്ക് ഓഫർ തന്നാണ്. പക്ഷേ ഇന്ത്യ അത് സമ്മതിച്ചില്ല എന്നൊക്കെ നമ്മൾ പണ്ട് വാർത്തകളിൽ വായിച്ചാണ്. എത്രത്തോളം അത് സത്യമാണെന്നുള്ളത് നമുക്കറിയില്ല. അപ്പം അങ്ങനെ ഇസ്രായേലിൽ ഒരു പ്രിഎംപ്റ്റീവ് സ്ട്രൈക്കിന് വേണ്ടി, മുന്നേ കൂട്ടിയുള്ള സ്ട്രൈക്കിന് വേണ്ടി അവർ എപ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ പോളിസി, എന്താണ് തന്ത്രം എന്ന് പറഞ്ഞാൽ പ്രിഎംപ്റ്റീവ് സ്ട്രൈക്ക് എന്ന് പറയും. മുന്നേ കൂട്ടി അവർ ഇങ്ങോട്ടുള്ള പ്രകോപനമോ പ്രചോദനമോ ഒന്നും ഇല്ലാതെ തന്നെ, ഇങ്ങോട്ടുള്ള പ്രകോപനമൊന്നും ഇല്ലാതെ തന്നെ അല്ലെങ്കിൽ പ്രൊവോക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ അവർ അങ്ങോട്ട് കയറി ആക്രമിക്കുക എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. പക്ഷേ ഇറാനെ അവർ ആക്രമിക്കാതെ വെച്ചിരിക്കുന്നത്, ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചിട്ടാൻ പോകുന്ന വ്യാപകമായിട്ടുള്ള നാശത്തിൻ്റെ അല്ലെങ്കിൽ കെടുതികളെക്കുറിച്ച് അവർക്ക് ഒരു കൃത്യമായിട്ടുള്ള ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവർ ഇതുവരെ ഇറാനെ അങ്ങനെ കയറി ആക്രമിക്കാൻ
തയ്യാറെടുക്കാനിത്. പക്ഷേ ഇപ്പോൾ ട്രംപ് വന്ന് വളരെയധികം ശക്തമായിട്ടുള്ള ഭീഷണികൾ മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ കരാറിൽ, പുതിയ ഒരു കരാറിൽ നിങ്ങൾ ഒപ്പുവെച്ചില്ലെങ്കിൽ ബോംബാക്രമണം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ബോംബാക്രമണം ഉണ്ടാകുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്ന അല്ലെ നമ്മൾ കൊടുക്കേണ്ട കടുത്ത വിലയെക്കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട പ്രോജക്റ്റ്, ഇന്ത്യ മിഡിൽ ഈസ്റ്റിലും അതുപോലെ തന്നെ IMECയും അതുപോലെ തന്നെ ഈ ഇറാനുമായിട്ടുള്ള INSTC, ഈ രണ്ട് പ്രോജക്റ്റും ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടാണ്, വളരെ വൈറ്റലാണ്. കാരണം ഇന്ത്യയുടെ എനർജി കോറിഡോറാണ്. അതുപോലെ തന്നെ നമ്മളുടെ മറ്റെല്ലാ ട്രേഡും, പ്രധാനപ്പെട്ട ട്രേഡും റഷ്യയുമായിട്ട് കണക്ട് ചെയ്യുന്നതും സെൻട്രൽ ഏഷ്യൻ റിപ്പബ്ലിക്സുമായിട്ട് കണക്ട് ചെയ്യുന്നതും യൂറോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതും ആണ് ഈ പറഞ്ഞ രണ്ട് കോറിഡോഴ്സും. അപ്പോൾ യുദ്ധത്തിൻ്റെ വെളിച്ചത്തിൽ ഈ പറഞ്ഞ റെഡ് സീയും ഗൾഫ് ഓഫ് ഏഡനും ഒക്കെ അപകടത്തിൻ്റെ കീഴിലാണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പോസ്ഡ് ആകുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ മാരിടൈം റൂട്ടും സീ റൂട്ടും ട്രേഡ് റൂട്ടും ഒക്കെ നമുക്ക് നഷ്ടമാകും. അപ്പോൾ അങ്ങനെ ഇന്ത്യ ഒരു കടുത്ത ഒരു വിഷമവൃത്തത്തിലാണ് ഇപ്പോൾ എന്നാണ് നമുക്ക് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ടോപ്പിക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുപോലെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ടിൽ വി മീറ്റ് അഗെയിൻ.